അയർലൻഡിൽ നിന്ന് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്ത ഇന്ത്യക്കാരെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. അടുത്തിടെ അയർലൻഡിൽ നിന്ന് പുറത്ത് വന്നതെല്ലാം തന്നെ ഇന്ത്യക്കാർ നേരിടുന്ന വംശീയാക്രമണത്തിന്റെ വാർത്തകളായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു ഇന്നലെ മലയാളി ബാലികയ്ക്ക് നേരിടേണ്ടി വന്ന ആക്രമണം. ഇന്ത്യക്കാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വംശീയതയ്ക്ക് അതിന്റേതായ കാരണങ്ങൾ നൂറ്റാണ്ടുകളായുള്ള ഈ രാജ്യത്ത് മുൻപും മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായിരുന്നു. ഏതാനും വർഷം മുൻപ് ഒരു മലയാളിയുടെ വീട് തീയിട്ട് നശിപ്പിച്ചതടക്കമുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ പ്രാദേശിക ജനത പിന്തുണയുമായി എത്തിയതും വർഷങ്ങളായി അയർലൻഡിൽ കുടിയേറിയ മലയാളികൾ മറന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. മാസങ്ങൾക്ക് മുൻപ് അയർലൻഡ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മലയാളി നഴ്സ് സ്ഥാനാർത്ഥി ആയതും തദ്ദേശീയരായ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തതും ഇതേ നാട്ടിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ ആവശ്യമായ മുഴുവൻ വോട്ടും ലഭിച്ചില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് നൽകിയത് നല്ല അനുഭവങ്ങൾ മാത്രമായിരുന്നുവെന്ന് അവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള അയർലൻഡിന് പെട്ടെന്ന് എന്താകും സംഭവിച്ചിരിക്കുക? ഇപ്പോൾ ഇന്ത്യൻ എംബസിക്ക് പോലും അയർലൻഡിലുള്ളവർ സ്വയരക്ഷയ്ക്ക് മുൻകരുതലെടുക്കണമെന്ന് അഭ്യർത്ഥിക്കേണ്ട ദുരവസ്ഥ എത്തിയത് അത്യധികം ഗൗരവമുയർത്തുന്ന സാഹചര്യം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ കഴിവതും തദ്ദേശീയരെ പ്രകോപിപ്പിക്കാതിരിക്കാനുള്ള സംയമനം കാട്ടാനാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന അഭിപ്രായമുള്ളവരും ഏറെയാണ്. തുടർച്ചയായ അക്രമ വാർത്തകൾ കേൾക്കേണ്ടി വരുമ്പോൾ ഈ നാട്ടിൽ എത്ര കാലം സുരക്ഷിതമായി കഴിയാനാകുമെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട്. കുടിയേറ്റ വിരുദ്ധത ഉയർത്തി ബോൺഫെയർ ആഘോഷം വരെ നടത്തിയാണ് പ്രാദേശിക വംശീയ അക്രമികൾ കുടിയേറ്റക്കാർക്കെതിരായ വികാരം ആളിക്കത്തിക്കുന്നത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി അയർലൻഡിൽ കഴിയുന്ന ലഖ്വീർ സിംഗ് തന്റെ കാറിൽ ആക്രമിക്കപ്പെട്ടത് തിരിച്ച് തന്റെ നാട്ടിലേക്ക് മടങ്ങും എന്ന ആക്രോശം കേട്ടുകൊണ്ടായിരുന്നു. തന്റെ ടാക്സി കാറിൽ കയറിയ 2 ചെറുപ്പക്കാർ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമിച്ചതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ജൂലൈ 19 ഒരു ഇന്ത്യക്കാരൻ ആക്രമിക്കപ്പെട്ട നടുക്കം മാറും മുമ്പെയാണ് ഡോക്ടർ സന്തോഷ് യാദവ് എന്ന വ്യക്തി കഴിഞ്ഞ ആഴ്ച ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വീടിന് പുറത്ത് കളിച്ച മലയാളി പെൺകുട്ടിയോട് ലഖ്വീറിനോട് പറഞ്ഞ പോലെ വൃത്തികെട്ട ഇന്ത്യക്കാരി നീ മടങ്ങിപ്പോകൂ എന്ന ആക്രോശത്തോടെ ആക്രമിക്കുകയായിരുന്നു. മകൾ നിയ നവീനുണ്ടായി ഞെട്ടിക്കുന്ന അനുഭവത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് അമ്മയായ മലയാളി നഴ്സ് അനുപ അച്യുതന്. വീടിന് പുറത്ത് കുട്ടി കളിക്കുമ്പോഴാണ് സംഭവമെന്ന് അനുപ ഐറിഷ് ടൈംസിനോട് പറയുകയുണ്ടായി. 8 വർഷമായി അയർലൻഡിൽ ജോലി ചെയ്യുന്ന അനുപ സ്വന്തം നാട് പോലെയാണ് ഇവിടം കണക്കാക്കുന്നത്. അടുത്തിടെയാണ് ഐറിഷ് പൗരത്വം അവർക്ക് കിട്ടിയതും. അതേസമയം കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അയർലൻഡിൽ തുറസായ മൈതാനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു ചേർക്കുന്ന വമ്പൻ ഇവന്റുകൾ പതിവാകുന്നത് തദ്ദേശീയ സമൂഹത്തെ കാര്യമായി പ്രകോപിപ്പിക്കുന്നു എന്ന ആക്ഷേപം ഒരു കോണിൽ ഉയരുന്നുണ്ട്. മ്യൂസിക് ബാൻഡുകളും ഒക്കെ ചേർന്ന് ഉയർത്തുന്ന ശബ്ദ കോലാഹലങ്ങൾ തദ്ദേശീയ സമൂഹത്തിലെ അവിടെയുള്ളവരെ അസ്വസ്ഥരാക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളും ഉയരുന്നു. ശബ്ദകലുഷിതമായ ഷോകളും അന്യഭാഷകളും സംസ്കാരവും ഇടകലരുന്ന ഇവന്റുകളും ചെണ്ടമേളം പോലെയുള്ള തദ്ദേശീയർക്ക് അത്ര ആകർഷകമായി തോന്നാൻ ഇടയില്ലാത്ത ബഹളങ്ങളും ഒക്കെ ആകുമ്പോൾ ഈ കാഴ്ചകളൊക്കെ എന്തെന്ന ഒരു ധാരണയില്ലാതെ പോകുന്ന തദ്ദേശീയർക്ക് അതിൽ അരോചകമായി തോന്നുന്നുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ കാരണങ്ങളാകുന്നുണ്ടോ എന്ന ചോദ്യവും ചർച്ചകളിൽ എത്തുന്നുണ്ട്. ഇത്തരം ചിന്തകൾ വംശീയ ആക്രമണങ്ങൾക്ക് വഴിവെറുക്കുമ്പോൾ പലപ്പോഴും ഇരകളാക്കപ്പെടുന്നത് ഇത്തരം ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി നടക്കുന്നവരുമായിരിക്കും.